ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ നായകനായി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ 25 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തുടരും എന്ന സിനിമയുടെ രണ്ടാമത്തെ ചൊവ്വാഴ്ച കൂടിയായ 12-ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. മോഹൻലാലിനൊപ്പം ശോഭന, ബിനു പപ്പു, മണിയമ്പിള്ള രാജു, ഇർഷാദ് അലി, പ്രകാശ് വർമ്മ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. സിനിമ ഇന്നലെ 11-ാം ദിവസമായ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 5,21,00,000 രൂപയായിരുന്നു. ടോട്ടൽ 11 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 71,31,00,000 രൂപയാണ്. 11-ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച മാത്രം നൈറ്റ് എക്സ്ട്രാ ഷോ ആയി കേരളത്തിൽ 152 പ്രദർശനമാണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ 11 ദിവസം കൊണ്ട് 2,915 എക്സ്ട്രാ ഷോകളാണ് കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ടത്. 12-ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയും ഈ സിനിമയ്ക്ക് കേരളത്തിൽ 100-ലധികം എക്സ്ട്രാ ഷോകൾ ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇന്ന് ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ മാത്രം 2,25,00,000 രൂപയായിരുന്നു. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4,50 കോടി മുതൽ 4,80,00,000 രൂപ വരെയാണ്. അങ്ങനെ ആദ്യ 12 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 75-76 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. അങ്ങനെ 32 കോടിക്ക് മുകളിൽ ഷെയറാണ് ഈ സിനിമ ആദ്യ 12 ദിവസം കൊണ്ട് കേരള കളക്ഷനായി മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ആദ്യ 11 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരുന്നത് 166,50,00,000 രൂപയായിരുന്നു. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 12 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 172,50,00,000 രൂപയാണ് തുടരും എന്ന ഈ മോഹൻലാൽ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഗൾഫ് GCCയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാള സിനിമകളുടെ പട്ടികയിൽ 5 സിനിമകളിൽ 4 എണ്ണവും മോഹൻലാലിൻ്റെത് തന്നെയാണ്. മോഹൻലാലിന്റെ എമ്പുരാൻ എന്ന സിനിമയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത്, $9.72 മില്യൺ. രണ്ടാം സ്ഥാനത്ത് തുടരും എന്ന മോഹൻലാൽ ചിത്രമാണ്. $5.8 മില്യൺ ഈ സിനിമ GCCയിൽ നിന്ന് കളക്ട് ചെയ്തത്. മോഹൻലാലിന്റെ ലൂസിഫർ എന്ന സിനിമയാണ് മൂന്നാം സ്ഥാനത്ത്. $5.72 മില്യൺ ലൂസിഫർ കളക്ട് ചെയ്തിട്ടുള്ളത്. 4-ാം സ്ഥാനത്ത് ടോവിനോ തോമസിന്റെ 2018 എന്ന സിനിമയാണ്. $5.64 മില്യൺ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 5-ാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ പുലിമുരുകനാണ്. $4.90 മില്യൺ പുലിമുരുകൻ നേടിയെടുത്തിട്ടുള്ളത്. ഇക്കഴിഞ്ഞ വിഷു റിലീസായി ഏപ്രിൽ 10-ന് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ഖാലിദ് റഹ്മാൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് ശ്രീനി ശശീന്ദ്രൻ, ഖാലിദ് റഹ്മാൻ എന്നിവരാണ് തിരക്കഥ എഴുതിയത്. നസ്ലിൻ, ലുക്മാൻ, ഗണപതി, സന്ദീപ് പ്രദീപ്, അനഘ രവി, ഫ്രാങ്കോ ഫ്രാൻസിസ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 27-ാമത്തെ ദിവസമായ ചൊവ്വാഴ്ചയാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. കേരളത്തിൽ ഈ സിനിമ 26-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കളക്ട് ചെയ്തത് 8 ലക്ഷം രൂപയാണ്. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 26 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 38,12,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 70-71 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. സൂര്യനായകനെ കാർത്തിക് സുബ്രാജ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 1-ന് തിയേറ്ററിൽ തമിഴ് സിനിമയാണ് റെട്രോ. മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ 5-ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 22 ലക്ഷം രൂപയാണ്. ടോട്ടൽ 4,47,00,000 രൂപയാണ് ഈ സിനിമയുടെ 5 ദിവസത്തെ കേരള കളക്ഷൻ. 6-ാം ദിവസമായി ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 20 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ടോട്ടൽ 4,70,00,000 രൂപ ഈ സിനിമ 6 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസിലേക്ക് വന്നാൽ ആദ്യ 5 ദിവസം കൊണ്ട് 38 കോടി കളക്ട് ചെയ്ത ഈ സിനിമ 6-ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച തമിഴ്നാട് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 2,20,00,000 റേഞ്ചിലാണ്. ടോട്ടൽ 40,50,00,000 രൂപയാണ് ഈ സിനിമയുടെ 6 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ. അതേസമയം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ 4 ദിവസം കൊണ്ട് 74,50,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 5-ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കളക്ട് ചെയ്തത് 5 കോടിക്ക് മുകളിലാണ്. ടോട്ടൽ 79,50,00,000 രൂപയാണ് ആദ്യ 5 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ. 6-ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയും 5 കോടി റേഞ്ചിൽ കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ടോട്ടൽ 85 കോടിയോളം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 6 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഈ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 104 കോടിയുടെ പോസ്റ്ററാണ് പുറത്തിറക്കിയിട്ടുള്ളത്. അഭിഷാൻ ജീവന്ത് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 1-ന് തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറുന്ന തമിഴ് സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി. ചിത്രത്തിൽ M. ശശികുമാർ, സിമ്രാൻ, മിഥുൻ ജയശങ്കർ, കമലേഷ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഈ സിനിമ 5-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തത് 8 ലക്ഷം രൂപയാണ്. ആദ്യ 5 ദിവസം കൊണ്ട് 27 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് 7 ലക്ഷം റേഞ്ചിലാണ്. ടോട്ടൽ 34 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 6 ദിവസത്തെ കേരള കളക്ഷൻ. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ആദ്യ 5 ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തത് 13,30,00,000 രൂപയായിരുന്നു. 6-ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച റെട്രോയെ മറികടക്കുന്ന കളക്ഷൻ റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. നിലവിൽ 2,50,00,000 റേഞ്ചിൽ കളക്ഷൻ തമിഴ്നാട്ടിൽ ഈ സിനിമ ഇന്ന് നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 6 ദിവസം കൊണ്ട് 15.5-16 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 19 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ 6-ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയോടെ 24-25 കോടി റേഞ്ചിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാനി, ശ്രീനിധി ഷെട്ടി എന്നിവർ പ്രധാന താരങ്ങളായി സരേഷ് കൊളാനോ തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 1-ന് തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ഹിറ്റ് 3. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറ്റം തുടരുന്ന ഈ സിനിമ ഹിറ്റ് യൂണിവേഴ്സിലെ 3-ാമത്തെ ചാപ്റ്ററായിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. 101 കോടി രൂപയായിരുന്നു ആദ്യ 4 ദിവസം കൊണ്ട് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ കളക്ട് ചെയ്തത്. അതേസമയം ഇന്നലെ വരെയുള്ള ആദ്യ 5 ദിവസത്തെ ഈ സിനിമയുടെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 55,80,00,000 കളക്ട് ചെയ്ത ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 65,90,00,000 രൂപയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 22,60,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 88,50,00,000 രൂപയാണ് ആദ്യ 5 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്.
6-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 100 കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്കുമാർ ഗുപ്ത സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് റെയ്ഡ് 2. അജയ് ദേവ്ഗൺ, ഹൃദേശ് ദേശ്മുഖ്, വാണി കപൂർ എന്നിവർ അഭിനയിച്ച ഈ സിനിമ 6-ാം ദിവസമായ ചൊവ്വാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത്. ചിത്രത്തിന്റെ ഇന്നലെ വരെയുള്ള ആദ്യ 5 ദിവസത്തെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നെറ്റ് കളക്ഷനായി 78 കോടി 75 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 5 ദിവസം കൊണ്ട് 93 കോടി 65 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വിദേശ രാജ്യ കളക്ഷനായി 15 കോടിയും കളക്ട് ചെയ്തിട്ടുണ്ട്. 5 ദിവസം കൊണ്ട് 108 കോടി 65 ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത്. 6-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയിൽ ഈ സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5 കോടി റേഞ്ചിലാണ്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 12 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. ടോട്ടൽ 6 ദിവസം കൊണ്ട് 120 കോടിയോളം രൂപ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.